നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ കാണുമ്പോഴേ ചിലർ വീഡിയോ സെലക്ട് ചെയ്ത് ചൂസ് ചെയ്യുന്ന ഞാൻ ഒരു വീഡിയോയുടെ പകുതിയൊക്കെ കണ്ടിട്ട് പോകും, എന്നിട്ട് ബാക്കി കാണാൻ വരുന്ന ഞാൻ ഇട്ടേക്കുന്ന ഡ്രസ്സ് നോക്കിയാൽ അങ്ങനെ നോക്കരുത് കേട്ടോ. വീഡിയോ ടൈറ്റിലേ നോക്കാവുള്ളൂ. കാരണം ഞാൻ ഒരു ദിവസം തന്നെ 3-4 വീഡിയോ എടുക്കുന്ന എല്ലാ ദിവസവും ഒറ്റ ഡ്രസ്സാണ്. നിങ്ങൾ ഓർക്കും എനിക്ക് വീട്ടിൽ പോക്കൊന്നും ഇല്ലേത്. അങ്ങനെയല്ല കേട്ടോ. സമയവും സൗകര്യവും വരുമ്പോൾ ഒന്നിച്ചങ്ങ് എടുത്ത് വെക്കുന്നതാണ്. പക്ഷേ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, വിദ്യ ഇട്ടേക്കുന്ന ഡ്രസ്സിൻ്റെ കളർ ഇന്നതാണ്, അതൊക്കെ വീഡിയോയുടെ അടയാളമായിട്ട് പറയുന്നത്. അപ്പം അത് പോട്ടെ. അപ്പം ഞാനിന്ന് കാണിക്കുന്നത് നല്ല, ഇപ്പം നമ്മൾക്ക് അറിയാലോ, ഈ ക്രീം എന്ന് പറഞ്ഞ കളറിന് ഏറ്റവും ഡിമാൻഡുള്ള ഒരു ടൈമാണ്. ഇപ്പോൾ വിഷു കഴിയാൻ പോകുന്നു. നിങ്ങൾ അല്ലെങ്കിൽ വിഷുവിൻ്റെ അന്നായിരിക്കും ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നത്. അതുപോലെ ഈസ്റ്റർ കഴിഞ്ഞ് ഇതെല്ലാം ക്രീമുമായിട്ട്, കേരള ക്രീമുമായിട്ട് ബന്ധപ്പെട്ട. പക്ഷേ ക്രീമിന് ഒരിക്കലും ഡിമാൻഡ് പോകുന്നില്ല. ഇനിയിപ്പോൾ അങ്ങോട്ട് ക്രിസ്ത്യൻസിനാണെങ്കിൽ അറിയാം, ഹോളി കമ്മ്യൂണിയൻ്റെ കാലവും മെയ് മാസം ആദ്യം. അപ്പോൾ അവരെല്ലാം ചൂസ് ചെയ്യുന്ന ഇങ്ങനത്തേതാ. പിന്നെ ആർക്ക് വേണമെങ്കിലും ഏത് ഒക്കേഷനും ഇടാൻ പറ്റുന്ന അട്ടിപ്പൊളി എന്ന് പറഞ്ഞാൽ എൻ്റെ നോട്ടത്തിലാട്ടോ ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ട് കുറച്ച് വളരെ ച്യൂസി ആയിട്ട് ഞാൻ എടുത്തുകൊണ്ട് കാണിക്കുന്ന കുറച്ച് ചുരിദാർ സെറ്റാണ്. ഇത് കണ്ടോ, ഇതിൻ്റെ ദാമൻ പോർഷനാണ് ഇത് കേട്ടോ. ദാമൻ പോർഷനിൽ ഇങ്ങനെ ഒരു ഫ്ലോറൽ പ്രിന്റ്, സെൻറ്റർ പോർഷനിൽ മാത്രം ഇങ്ങനെ ഒരു ഫ്ലോറൽ പ്രിന്റ് വരും. എന്നിട്ട് സൈഡിൽ ഇത് ലിനനാണ് മെറ്റീരിയൽ. ലിനനയിൽ ഈ സൈഡിൽ ഇത് കണ്ടോ, ഈ ഒരു ചെറിയ ഇങ്ങനെ ഒരു ഹൈഡ് ചെയ്ത് നിൽക്കുന്ന പോലെ ഭയങ്കര ഒരു ഡസ്റ്റി ആയിട്ട് വന്ന ഒരു ഫ്ലോറിൽ പോയിട്ടുണ്ട്. അതൊറ്റ നോട്ടത്തിൽ കാണത്തില്ല, നേരെ നോക്കുമ്പം കാണാം. നല്ല സ്റ്റൈലിംഗ് ആണ് അത്. അതാണ് ടോപ്പ്. ബോട്ടം എന്ന് പറയുന്നത് നല്ല കോട്ടൻ്റെ, പ്യുവർ കോട്ടൻ്റെ ബോട്ടം, പ്ലെയിൻ ബോട്ടം. പിന്നെ ദുപ്പട്ട കാണിച്ചു തന്നാൽ നല്ല രസമാണ്. നല്ല രസം എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് നേരെ വന്ന് കണ്ടു കഴിഞ്ഞാൽ എൻ്റെയൊക്കെ ഒരു ഫീലും ഇതുള്ളൂ. ഞാൻ സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ടോപ്പ് എടുത്ത് തയ്ക്കണം എന്ന് തന്നെ വിചാരിച്ചിരിക്കുക. ഞാനിങ്ങനെ ഇപ്പോൾ എല്ലാം റെഡിമെയ്ഡ് എടുക്കൽ എളുപ്പമുണ്ടല്ലോ എന്ന് ഓർത്തേ. പക്ഷേ ചിലത് കാണുമ്പോൾ നമുക്കത് തയ്ച്ചിട്ടാലേ ശരിയാകത്തുള്ളൂ എന്ന് നമുക്കൊരു ഫീൽ തോന്നും. ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട. ഉണ്ടോ, നല്ലതല്ലേ. പള്ളിയിലൊക്കെ ആദ്യ കുർബാനയ്ക്കൊക്കെ പോകുമ്പോഴും, പള്ളി ചർച്ചിലല്ലാതെ പോകുമ്പോഴും, അമ്പലത്തിൽ പോകുമ്പോഴും, എവിടെ കല്യാണത്തിന് പോകണമെങ്കിലും ഒക്കെ നല്ല സ്റ്റാൻഡേർഡാണ്. നല്ല സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ നല്ല സ്റ്റാൻഡേർഡ്. ഞാൻ എൻ്റെ നോട്ടമാണ് പറയുന്നത് കേട്ടോ. നിങ്ങളുടെ നോട്ടത്തിൽ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ നോട്ടത്തിൽ ഭയങ്കരമായിട്ട് ഭംഗിയാണ്. ഒരു സത്യം പറഞ്ഞാൽ ഒരു നമ്മളൊരു ഡിസൈനർ ഐറ്റം പോലെയൊക്കെ ഉപയോഗിക്കാം. ഇങ്ങനെ താഴത്തെ ഭാഗത്ത് വലിയൊരു ഫ്ലോറിൽ ഇങ്ങനെ വരുന്ന ദുപ്പട്ട. ലിനനാണ് മെറ്റീരിയൽ കേട്ടോ. റേറ്റും കാര്യങ്ങളും എല്ലാം സ്ക്രീനിലുണ്ട്. എനിക്കിതിനെപ്പറ്റി യാതൊരു ഐഡിയയും ഇല്ല. ഏകദേശം അറിയാം ഇത്ര റേറ്റിനുള്ളിൽ എന്നറിയാം. കൃത്യം റേറ്റൊന്നും എനിക്കറിയില്ല. കാരണം ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നത്. ഇതിന് കുറച്ചെടുത്ത് ഞാൻ വീഡിയോ ചെയ്യാൻ വേണ്ടി മാത്രം എടുപ്പിച്ച് വെച്ചെന്നേ ഉള്ളൂ. അപ്പോൾ എനിക്ക് പോലും അതിനെപ്പറ്റി വലിയ പിടുത്തം ഇല്ല. പർച്ചേസ് ചെയ്തപ്പോഴുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും പർച്ചേസ് ചെയ്യുമ്പോഴേ ഓർക്കത്തില്ലല്ലോ. അടുത്തത് ഇത് കണ്ടോ, കേട്ടെ, തിരിച്ച വീബൽ എന്നുള്ളതും തിരിച്ചിട്ട്. അടുത്തത് ഇത്, അതും ഇതുപോലെ തന്നെ ലിനനാണ് സ്റ്റഫ്. ഇങ്ങനെ ഒരു ഫ്ലോറൽ പ്രിന്റ് കൊടുത്തിരിക്കുന്നത്. താഴെ കണ്ടോ നമ്മുടെ മറ്റേ അതിൻ്റെ പേരെന്നെ, ജാംദാനിയുടെ ഒരു വീവിങ് പോലത്തെ ഒരു ഇതൊക്കെ പ്രിൻ്റൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ ബോഡിയിൽ ഇങ്ങനെ ഹൈഡ് ചെയ്ത് നിൽക്കുന്ന പോലെ ഒരു പ്രിന്റ് പോയിട്ടുണ്ട്. അത് എടുത്ത് നിൽക്കുകയല്ല, പ്രിന്റ് ഇങ്ങനെ മങ്ങി. അതാണ് അതിൻ്റെ സ്റ്റൈൽ എന്ന് പറയുന്നത്. ഡസ്റ്റി ആയിട്ട് നിൽക്കുന്ന ഒരു ഇതുണ്ടോ. താഴേക്ക് നല്ല ലെങ്ത്താണ് കേട്ടോ. ഇപ്പം ഈ വിട്ടിലെ എല്ലാം വരുവോളെന്ന് പറഞ്ഞപ്പോഴത്തെ ഇപ്പം ലെങ്തി വന്നു. നല്ല ലെങ്ത്താണ്. താഴെ കൂടെ കിടന്ന് നിലത്തൂടെ കിടന്ന് ഉരുളും എന്ന് പറയുന്ന പോലത്തെ ലെങ്ത്താണ്. പിന്നെ അതിൻ്റെ വേറൊരു ഭംഗി എന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ നല്ല ലെങ്ത് എന്നൊക്കെ പറഞ്ഞ് ഇത് കൈയിടം കൂടെ കൂട്ടിയാന്ന് തോന്നുന്നല്ലേ ഒരു സൈഡ്. ഈ ബാക്കിലും ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്കത് എങ്ങനെയാണോ സ്റ്റൈൽ ചെയ്യേണ്ടത് അങ്ങനെ ചെയ്യാം. ബാക്ക് പോർഷനിൽ നമ്മുടെ, അതായത് പുറത്ത് വരുന്ന പോലെ അങ്ങനെ ചെയ്യാം. കൈ എടുത്തിട്ട് കൈക്ക് ഇവിടെ നിന്നാണ് കട്ട് ചെയ്തെടുക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നുണ്ടോ. ഇതാണ് കൈയുടെ പോർഷൻ. ഇതുണ്ടോ, ഇതാണ് കയ്യിലും. അപ്പോൾ ഈ ഒരു സാധനം വരും. ഈ ഒരു ഞാൻ പറഞ്ഞില്ലേ ജാംദാനിയുടെ, ഇത് വീവിങ് അല്ല, ഇത് പ്രിൻ്റാണ്. അല്ല സോറി, വീവിങ്ങാ. ജാംദാനി വീവിങ് ആണ്. അയ്യോ, ഇതെല്ലാം വീവിങ് കേട്ടോ. ഇത് ഫുള്ള് വീവിങ് ആണ്. ഇത് ബാക്ക് സൈഡാണ്. ബാക്ക് പോർഷനിൽ എൻഡിൽ ദാമൻ പോർഷനിൽ വരുന്നതാണ് ഇത്. ഇത് താഴെ വരും. ഇതിൻ്റെ കൈ ഇതിൻ്റെ ഏറ്റവും താഴ്ഭാഗത്താണ് പിടിപ്പിച്ചിരിക്കുന്നത്. അത് കാരണം വീതി കുറവ് തോന്നിക്കുന്നത്, നീളം കുറവ് കൂടുതലും തോന്നിക്കുന്നത്. ഞാൻ പറഞ്ഞതിനകത്ത് ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ബോട്ടം വന്നിട്ട് ദേ ഇതാണ് ബോട്ടം. കണ്ടോ, ബോട്ടം എന്ന് പറയുന്നത് ഈ ഒരു ഡാർക്ക് പീച്ച് ഷെയ്ഡ്. ഇനി ദുപ്പട്ട കണ്ടോ,
നല്ല ലിനൻ്റെ ദുപ്പട്ട സെയിം. ആ ജാംദാനി വീവിങ് താഴെ വന്നിട്ടുണ്ട്. ഇങ്ങനെ ബോഡിയിൽ ഇങ്ങനെ വരുന്ന ദുപ്പട്ട. ഇത് നല്ല ഒരു ടോപ്പ് തയ്ക്കും. ഞാനൊക്കെയാണെങ്കിൽ അങ്ങനെ ചെയ്യുള്ളൂ. ടോപ്പ് ചില ഷോൾ ഇടത്തില്ലല്ലോ. എന്നെ ഒന്നും സംബന്ധിച്ച് ഷോൾ ഇടത്തില്ല അങ്ങനെ. അതുപോലെ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഷോൾ ഇടത്തുള്ളൂ. അങ്ങനെയുള്ളതൊക്കെ ഇത് വെച്ച് നല്ല ഒന്നാമതായിട്ടൊരു ടോപ്പ് തയ്ക്കും. ചേട്ടത്തി അനിയത്തിയൊക്കെ ഉണ്ടെങ്കിൽ ഒരാൾക്ക് എടുത്താൽ മതി. എന്നിട്ട് ഷോൾ കോമൺ ഇടുന്നതിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ചുമ്മാ പറഞ്ഞ കേട്ടോ, ഒന്നും തോന്നല്ലേ. ചിലർക്ക് അങ്ങനെ ഒന്നും പറയുന്നത് പിടിക്കത്തില്ല. മറ്റേ സിനിമയ്ക്കകത്ത് പറയുന്നു, മാമനോട് ഒന്നും തോന്നില്ലേ, ഏതാ കരിക്കിനകത്തോ അങ്ങനെ എന്തോ പറയുന്നില്ലേ. ഇത് അടുത്തത്. ഇത് ഇന്ന് കാണിക്കുന്ന ഷെയ്ഡ്സ് മുഴുവൻ ഏകദേശം ഇങ്ങനത്തേതാണ് കേട്ടോ. താഴത്തെ ഭാഗത്ത് വരുന്ന ദാമൻ പോർഷനിൽ വരുന്ന ഒരു വർക്കാണ് ഈ കാണുന്നത്. നിങ്ങൾക്ക് ഐഡിയാപരമായിട്ട് അതെങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അത് കയ്യിലോട്ട് കയറ്റുമോ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അത് ഫ്രണ്ട് പോർഷനിൽ ഫുള്ള് ആ ഒരു വർക്ക് വരും കണ്ടോ. ഫ്രണ്ട് പോർഷനിൽ ഫുള്ള് ആ ഒരു വർക്ക് വരും. ബോഡിയിൽ ഇങ്ങനെ വരും. ഇത് എംബ്രോയ്ഡറി വർക്കാണ് കേട്ടോ, ഫുള്ള് എംബ്രോയ്ഡറി വർക്കാണ്. ഇത് നല്ല കോട്ടൻ്റെ നല്ല ബോട്ടം, നല്ല ഇതൊക്കെ തയ്ക്കാനായിട്ട് പറ്റിയ ബോട്ടം. സിഗരറ്റ് ബോട്ടമോ സ്ട്രൈറ്റ് ബോട്ടമോ ഒക്കെ തയ്ക്കാൻ പറ്റുന്ന ബോട്ടം ഇത് വരും. ദുപ്പട്ട കണ്ടോ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ ഇത് സ്കാലപ്പ് ചെയ്തിട്ടില്ല. സ്കാലപ്പ് പോലെ തന്നെ ഒരു വർക്ക് കൊടുത്തിട്ട് ഇങ്ങനെ ലേസ് വർക്കും കൊടുത്ത് ഒരു ദുപ്പട്ട. നല്ല സോഫ്റ്റാണ്, മൽ കോട്ടൺ ആണ് ഫാബ്രിക് ദുപ്പട്ടയുടെ. ഇത് പ്യുവർ കോട്ടൺ. ഇനി അടുത്തത് എനിക്ക് തോന്നുന്നു ഇത് ചിലത് റേറ്റ് കുറഞ്ഞതും ചിലത് റേറ്റ് ഉള്ളതും ഒക്കെ ഉണ്ടെന്ന് എനിക്കത്. അതുകൊണ്ടാണ് ഞാനൊരു ഇൻട്രൊഡക്ഷൻ പറയാൻ, പ്രീമിയം ആണോ സാധാ നോർമൽ ആണോ അതിലും താഴെയാണോ എന്നൊക്കെ. നമ്മുടെ ഷോപ്പിൽ എല്ലാ വിലയ്ക്കുള്ള ചുരിദാർ സെറ്റ്സും ഉണ്ട്. പക്ഷെ ഞാൻ കാണിക്കുന്ന ഇപ്പം എന്തെങ്കിലും ഒരു പ്രത്യേക. ഇത് ഹക്കോബയുടെ ഫ്രണ്ടിൽ ഇവിടെ യോക്ക് പാട്ടിൽ ഇങ്ങനെ ഒരു വർക്ക് കൊടുത്തിരിക്കുന്നു കണ്ടോ. സൈഡ് മൊത്തം ഹക്കോബ വർക്ക് ചെയ്ത കുർത്തി. ഫ്രണ്ട് ആൻഡ് ബാക്ക് ഹക്കോബയാണോ എന്ന് നോക്കിയേക്കാം. അല്ല, ഫ്രണ്ട് പോർഷനിൽ മാത്രമേ ഹക്കോബ വന്നിട്ടുള്ളൂ, ബാക്കിൽ പ്ലെയിൻ ആണ്. അപ്പം അതിനുള്ള താഴത്തെ ഭാഗത്ത് ഈ ഒരു ലേസ് ചെയ്തിട്ടുണ്ട്. ഇത് വരും ബോട്ടം കണ്ടോ. ഈ ഒരു പ്ലെയിൻ നല്ല കോട്ടൺ, പ്യുവർ കോട്ടൻ്റെ മെറ്റീരിയൽ വരുന്ന. അത് ഹക്കോബയുടെ മീറ്ററിൻ്റെ വില നിങ്ങൾക്കറിയാമല്ലോ, പെർ മീറ്റർ തുണിയുടെ വില നിങ്ങൾക്കറിയാം. മൽ കോട്ടണിൽ വരുന്ന നല്ലൊരു ദുപ്പട്ട. ഇത് നിങ്ങൾക്ക് വേറെ സാധനങ്ങൾക്കൊക്കെ ഇടാം. നല്ല മജന്ത ടോപ്പൊക്കെ ഉണ്ട്, അതിനൊക്കെ ഇടാൻ നല്ല ദുപ്പട്ട. നല്ല പണിയെടുത്ത ദുപ്പട്ടയാണ്. രണ്ട് സൈഡിൽ ലേസ് ചെയ്തിട്ടുണ്ട്. മുഴുവൻ നിറച്ചും എംബ്രോയ്ഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഒരു കാരണവശാൽ നല്ല വശം ഇതാ അല്ലേ, ഇതാണോ നല്ല വശം? അല്ല, ഇതാ നല്ല നിറച്ചും എംബ്രോയ്ഡറി വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല ഭംഗിയുള്ള ദുപ്പട്ട. ഇതെന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് ഈ യോക്ക് പാട്ടിലും വരുന്നത് കണ്ടോ. ആ ഒരു സാധനം എടുത്ത് ഫുള്ള് ദുപ്പട്ടയായിട്ട് ചെയ്തിരിക്കുക. ഇനി അതിൻ്റെ കളർ ചേഞ്ച് ഒരെണ്ണം കൂടി ഉണ്ട്. അത് ഡാർക്ക് പിങ്ക് ആണെങ്കിൽ ഇത് ഓറഞ്ച്, ബേൺഡ് ഓറഞ്ച്, അങ്ങനത്തെ ഒരു ഷെയ്ഡ്. ഇത് ടോപ്പ്, ഇത് ബോട്ടം, ടോപ്പ് ബോട്ടം ദുപ്പട്ട കണ്ടോ. ഇങ്ങനെ വരും ദുപ്പട്ട. ഇതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. പിന്നെ ഈ പറഞ്ഞ പോലെ ഇത് സത്യത്തിൽ ഞാൻ ഈ ചുരിദാർ സെറ്റ് കൊണ്ടുവരുന്നതൊക്കെ ഒരെണ്ണത്തിന് തന്നെ ഒത്തിരി പീസസ് ഞാൻ കൊണ്ടുവരാറില്ല കഴിവതും. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു യൂണിക് പീസായിട്ട് ഇരിക്കുന്നതാണ് ഇഷ്ടം. ഒരുമാതിരി എല്ലാവർക്കും നമ്മൾ ഇട്ടുകൊണ്ട് നടക്കുന്ന സാധനം മറ്റുള്ളവർ ഒരു ലോകം മുഴുവൻ ഇട്ടുകൊണ്ട് നടക്കുന്ന ഇഷ്ടമില്ല. എനിക്കും അത് ഇഷ്ടമില്ല. അതുകൊണ്ട് തന്നെ ഈ ചുരിദാർ സെറ്റൊക്കെ കൊണ്ടുവരുന്നതിന് ഞാൻ ഒത്തിരി ഹെവി സ്റ്റോക്ക് കൊണ്ടുവരത്തില്ല. ഒരാൾ രണ്ടുപേരെ കിട്ടാൻ മതി എന്നുള്ളൊരു തോന്നല. പിന്നെ അതുപോലെ ആവശ്യക്കാർ വന്നാണ് നമ്മൾ റീസ്റ്റോക്കൊക്കെ കൊണ്ടുവരുന്നത്. ഇതും ഹക്കോബയാണ്. മേളിൽ ഇങ്ങനെ ഒരു കാന്താവർക്ക് ചെയ്തിരിക്കുക. നല്ല ഹെവി ആയിട്ടുള്ള ഒരു കാന്താവർക്കും ഇങ്ങനെ ഒരു ലേസ് വർക്കും ചെയ്തിരിക്കുക. ദാമൻ പോർഷൻ ഇത് ഒത്തിരി ഇറങ്ങിയൊന്നും വരത്തില്ല. അതൊക്കെ ഇതുണ്ട്. ഇത്രയും കയറി വന്നാൽ ഇവിടെ ഇത്രയും ഭാഗത്ത് ഹക്കോബ ഫ്രണ്ട് ഫുൾ പോർഷനും ഹക്കോബ ഏറ്റവും താഴത്തെ പോർഷനിൽ ഇതുണ്ടോ. ഈ ഒരു നല്ല ഈ ലേസിനൊക്കെ പോലും തന്നെ പെർ മീറ്റർ എത്ര രൂപയാവുമെന്നറിയോ. ഇത് ബോട്ടം. ദുപ്പട്ട വരുമ്പോൾ നല്ല ക്രേപ്പ് ജോർജറ്റിൻ്റെ ദുപ്പട്ട. അതിൻ്റെ കൂടെ ഇങ്ങനെ ചെറിയ ചെറിയ കാന്താവർക്കും കൊടുത്തിട്ട് ഈ ഒരു ലേസ് വർക്കും കൊടുത്തിരിക്കും. ഇതൊക്കെ ഡിസൈനർ ഐറ്റംസ് ആട്ടോ. ഇതിൻ്റെ കളർ ചേഞ്ചസ് ആണ് ഇനിയുള്ളത്. ഇവിടുത്തെ കളർ ഇതിപ്പം പീച്ചും പിങ്കും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കളറ്, ബ്ലൂ, മസ്റ്റാർഡ് യെല്ലോയും ഒലീവ് ഗ്രീനും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കളർ. ഇങ്ങനെ 3 കളറുണ്ട്. 3 കളറുണ്ട്. ഇഷ്ടമുള്ള കളറ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. പക്ഷേ നമുക്കിതിനെല്ലാം ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ.
നിങ്ങൾ ഇടുന്ന ഇത് സ്റ്റോക്ക് കിട്ടാഞ്ഞിട്ടൊന്നുമല്ല, ഞാൻ എടുക്കാൻ കിട്ടാം. എനിക്ക് അങ്ങനെ ചുരിദാറിനകത്ത് ഒത്തിരി അങ്ങനത്തെ കുറച്ച് നിബന്ധനകളൊക്കെ വെച്ചാൽ നമ്മുടെ സംഭവം. ഇതാ നല്ല ഒരു ടോപ്പാണ്, നല്ല ഹെവി ആയിട്ടുള്ള ഒരു പാർട്ടി വെയർ ടോപ്പ്. ലിനൻ്റെ സ്റ്റഫാണ്. അതിൻ്റെ കൂടെ ഇങ്ങനെ നിറച്ചും എംബ്രോയ്ഡറി വർക്ക്, ഫുൾ എംബ്രോയ്ഡറി വർക്ക് പോലത്തെ വർക്ക് ചെയ്തിരിക്കുക. ഇത് വരും ടോപ്പ്. ഒരു സിൽക്കി ലിനനാണ്, ഒരു സിൽക്കി ഫീലുണ്ട്. സിൽക്ക് എന്ന് പറഞ്ഞാൽ സ്റ്റഫ് ലിനനാണ് ഇതിൽ കൂടെ ചെയ്തിരിക്കുന്ന. എംബ്രോയ്ഡറിയുടെ നൂല് സിൽക്ക് നൂല. ബോട്ടം വന്നിട്ട് ഇതേ ഈ ഒരു സാൻഡോൺ ബോട്ടം, പിസ്ത ഗ്രീൻ്റെ ഒക്കെ ഒരു ഡാർക്ക് ഷെയ്ഡ്. എന്നിട്ട് ഷോള് വരുമ്പോൾ കട്ട് ചെയ്ത് ഇത് കണ്ടോ, ഇതാണ് ഇതിൻ്റെ ഷോള്. ഡിജിറ്റൽ പ്രിൻ്റാണ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു ചെറിയ സോഫ്റ്റ് സിൽക്ക് മെറ്റീരിയലിൽ സൈഡിൽ ഇങ്ങനെ ആ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. ഇത് തന്നെയാണ് ബോട്ടത്തിൻ്റെ കളർ. സൈഡിൽ ആ ബോട്ടത്തിൻ്റെ കളർ കൊണ്ട് തന്നെ ഫ്ലോറലും കൂടെ ഡിജിറ്റൽ പ്രിൻ്റ് ചെയ്തിരിക്കുക. ബോഡിയെ വരുമ്പോൾ ഒരു സിൽക്കി ആയിട്ടുള്ള ഇതിൻ്റെ ഒരു കളറും കൂടെയുണ്ട്. ഈ ഷോളിൻ്റെയും ബോട്ടത്തിൻ്റെയും കളർ മാത്രം വ്യത്യാസപ്പെടുന്നുള്ളൂ, ബാക്കിയെല്ലാം സെയിം ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് കണ്ടോ, ഈ കളർ വരും ഷോളിന്, പീച്ചിൻ്റെ ഒരു ഷെയ്ഡ്. ബാക്കിയെല്ലാം സെയിം ആണ്. ബോട്ടവും ഈ ഒരു കളർ വരും. ബോട്ടം കൂടെ കാണിച്ചേക്കാം. ഇത് വരും ബോട്ടം, ഇത് വരും ഷോള്. കണ്ടോ, ബോട്ടത്തിനും ഇതിനും വരും ആ ഒരു ഡിജിറ്റൽ പ്രിൻ്റ് ചെയ്ത ഷോള്. ഇതൊരു സിൽക്കിയാണ്, നല്ലൊരു പാർട്ടി സ്റ്റഫ് ഇതിന് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് കണ്ടോ, ഫുള്ള് എംബ്രോയ്ഡറിയാണ്. ബാക്ക് പ്ലെയിൻ ആട്ടോ, ബാക്ക് പ്ലെയിൻ ലിനൻ്റെ സ്റ്റഫാണ്. പിന്നെ ഒറ്റ ചുരിദാറും കൂടി ഉണ്ട്, അല്ല രണ്ടെണ്ണം. ഇത് വലിയ റേറ്റ് കൂടുതലുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ പറഞ്ഞാൽ ഈ ബാപ്റ്റിസം ഫംഗ്ഷനൊക്കെ വരുന്നത്, അല്ലെങ്കിൽ ഹോളി കമ്മ്യൂണിയനൊക്കെ ഇടാൻ പറ്റുന്ന ഒരു ഫുൾക്കാരി വർക്ക് കോട്ടണിൽ ചെയ്തിരിക്കുന്ന ഒരു സ്റ്റഫാണ്. ഇത് കോട്ടനാണ് സ്റ്റഫ്, പ്യുവർ കോട്ടനാണ്. ഫുൾക്കാരി വർക്കാണ് ഇട്ട് നിറച്ചും ചെയ്തിരിക്കുന്നത്. ബോട്ടം വന്നിട്ട് ദേ ഈ ഒരു ക്രീം ഷെയ്ഡ്, പ്യുവർ കോട്ടൺ കേട്ടോ. ബോഡി ഇങ്ങനെ, ഫ്രണ്ട് ബോഡി ഇങ്ങനെ ഇരിക്കും. ഇനി ഇതിൻ്റെ ദുപ്പട്ട എന്ന് പറഞ്ഞാൽ ഷോള് ടോപ്പ് ഞാൻ കാണിച്ചില്ല. ഈ കളറാണ് ബോട്ടത്തിന്, ടോപ്പാണിത്. ഇത് വരും ഷോള്. നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഐറ്റം കേട്ടോ. നമുക്ക് ഷോള് ഇത് പകുതിയാണേ, പകുതി വെച്ചാണ് ഓർത്തിരിക്കുന്നത്. ഇങ്ങനെ വരും ഷോളിന്, ഇങ്ങനെ വരും വർക്ക് വരും. നല്ല ഭംഗിയുള്ള ഷോളും. ഇത് ശരിക്കും പറയുവാണെങ്കിൽ ഹെവി പാർട്ടി വെയർ അല്ല, ശരിക്കും പാർട്ടി വെയർ ആയിട്ട് ഇടാൻ പറ്റും. റേറ്റും കൂടെ വെച്ച് നോക്കുമ്പം പാർട്ടി വെയറിൻ്റെ ഒരു ഇതൊന്നും പോകുന്നില്ല. അതിൻ്റെ തന്നെ വേറൊരു പ്രിൻറ്റും കളറിൽ ഒരു ചെറിയ ഇല്ല, സെയിം കളർ അല്ലേ, പ്രിൻറ്റിൽ മാത്രം ചെറിയൊരു വ്യത്യാസം. അതായത് ഫുൾക്കാരിയുടെ പ്രിൻ്റല്ല, ഇത് ഫുൾക്കാരിയുടെ ഈ ഒരു വർക്കിൽ മാത്രം ചെറിയൊരു വ്യത്യാസം. ഷോൾ വരുമ്പോൾ വേണ്ട, ദുപ്പട്ട വരുമ്പോൾ ഇങ്ങനെ വരും. ഉണ്ടോ, സിമ്പിളായിട്ടുള്ള ദുപ്പട്ട. സിമ്പിളൊന്നും, തീരെ സിമ്പിളെന്നൊന്നും പറയാൻ പറ്റത്തില്ല, നിറച്ചും വർക്ക് ചെയ്ത ദുപ്പട്ട. ഇതാണ് അടുത്തത്. ഇതിൻ്റെ ബോട്ടം വന്നിട്ട് ഈ ഒരു ഇത് പ്ലെയിൻ ആയിട്ട് വരും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ മനഃപൂർവ്വം ഇങ്ങനത്തെ ലൈറ്റ് ഷെയ്ഡ്സ് എടുത്ത് കാണിച്ചതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇപ്പോഴത്തെ ഈ സിറ്റുവേഷൻ, ഇപ്പോഴത്തെ ടൈമിൽ, ഈ സീസണിൽ ഈ കളറുകൾക്കും ഈ ഒരു കോമ്പിനേഷൻസിനും ഭയങ്കര ഡിമാൻഡുണ്ട്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.